കോക്രോച്ച് ജനതാ പാർട്ടി അതിൻ്റെ പ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു 2-3 ദിവസം കൊണ്ട് അവർ എന്തുമാത്രം പവർഫുൾ ആയതെന്ന് ആലോചിച്ചു. നമ്മുടെ നാട്ടിലെ ജൻസികൾ മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ബോംബെക്കാരനാണ്. അതെ, അയാളുടെ അച്ഛനും അമ്മയും വളരെ ഭീതിയിലാണ്. കാരണം തൻ്റെ മകൻ അമേരിക്കയിലാണ്. അവിടെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്, റിസർച്ച് ചെയ്യാണ്. 30 വയസ്സേ ഉള്ളൂ അഭിജിത്ത് ദീപ്കെ. പക്ഷേ അയാളുടെ കയ്യിൽ നിന്ന് ഈ സാധനം പോയി. അതാണ് നമ്മുടെ നാട്ടിലെ പല പ്രക്ഷോഭങ്ങളിലും സംഭവിച്ചിട്ടുള്ള ദുരന്തം. അതാണ് ഇത് തുടങ്ങിയിരിക്കുന്നതിന് കുറേ കഴിയുമ്പോൾ പിടിവിട്ടു വേറെ ആരെങ്കിലും കൊണ്ടുപോകും. കോക്രോച്ച് ജനതാ പാർട്ടി, ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു വലിയ എന്താ പറയുന്നത്, ഒരു ഓൺലൈൻ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട്, രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊക്കെ പറയുമല്ല, ഒരു ഓൺലൈൻ പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. ഇനിയും ഇതിപ്പോൾ വിർച്വലായി നടക്കുന്നത്. അതെ, ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരു യോഗം എവിടെങ്കിലും നടക്കുമ്പോൾ അവിടെ കൂടുന്നവരുടെ എണ്ണം അനുസരിച്ചായിരിക്കും ഇത് എത്രത്തോളം അപകടകരമായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ തന്നെ ഒരു സംശയത്തോടെ തന്നെയാണ് അവർ നോക്കുന്നത്. ഇതുപോലെ വിദേശ ഫണ്ടിങ്ങുള്ള, വിദേശ സ്പോൺസർ ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഈ ജൻസികളെ കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രസ്ഥാനമാണോ ഇതെന്ന് പലരും സംശയിക്കുന്നുണ്ട്. അതായത് അവർ പ്രധാനമായിട്ടും അവരുടെ ലക്ഷ്യം ഒന്ന് ഈ പറഞ്ഞ നീറ്റ് പരീക്ഷയിലെ ചോദ്യചോർച്ചയിൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. പക്ഷേ ഇതിപ്പം ഒരു സറ്റയറിക്കായിട്ട് വന്ന ഒരു സംഭവമാണ് അല്ലേ കോക്രോച്ച് പാർട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തായിരുന്നു ഇതിനെക്കുറിച്ച്. പക്ഷേ ഇത് ഈ യുവതലമുറ ഉണ്ടല്ലോ, ജൻസികൾ, അവർ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. അത് തന്നെയാണ് എൻ്റെ കാര്യം. പണ്ട് നമ്മൾ ഓരോ തലമുറകൾ മാറി വരുമ്പോൾ അവരുടെ സങ്കല്പങ്ങളൊക്കെ തന്നെ മാറി വന്ന് ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നു വന്നത് പോലെ തന്നെ ഇവിടെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മളിപ്പോൾ കരുതിയത് കാണുമ്പോൾ. ഇവരുടെ ആയുധം ഇവരുടെ ഫോണാണ്. ഈ ഫോണിനകത്താണ് ഇതെല്ലാം. അതായത് ഞങ്ങളുടെ മൂലധനം എന്ന് പറഞ്ഞാൽ ബ്രോഡ്ബാൻഡാന്ന് പറഞ്ഞു, വൈഫൈ കണക്ഷൻ. പക്ഷേ ഇതിനകത്ത് ഇപ്പം നമ്മളെല്ലാവരും പറയുന്നു BJPക്കെതിരെയുള്ള ഒരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പം കോൺഗ്രസ്സുകാർ ഇതിൻ്റെ CPMകാർ അനുകൂലിക്കുന്നു. പക്ഷേ വലിയ അപകടമാണ്. ഇതൊരു രാജ്യവിരുദ്ധ പ്രസ്ഥാനമായിട്ട് മാറാൻ ഒരു നിമിഷം മതി. മാത്രമല്ല ഇത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, ജനാധിപത്യ സംവിധാനം തന്നെ തകടം മറിക്കുന്ന രീതിയിലേക്ക് പോകുമെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. അല്ല, ഇതിനകത്ത് നമ്മൾ വരുന്ന ഒരു വാർത്ത മനസ്സിലാക്കിയത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അടിച്ചമർത്തൽ നടപടികളിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ആരായാനോ ഇത് സംബന്ധിച്ചൊരു വിശ്വസനീയമായ ഒരു വിശദീകരണം കൊടുക്കാനോ കേന്ദ്ര സർക്കാർ ഇതുവരെ ശ്രമിക്കാത്തത് എന്താണെന്ന് എനിക്ക് അത് വലിയ അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു. അല്ല, അവരത് ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ BJPയുടെ ദേശീയ അധ്യക്ഷനോ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനോ കൊണ്ടല്ല, അവർ പറയണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെട്ടെന്നൊരു പ്രസ്ഥാനം ഉണ്ടാവുകയും അതിങ്ങനെ അടിച്ചുവിട്ട് ഭയങ്കരമായ അമിതമായ വേഗത്തിൽ മുന്നേറുകയും ചെയ്യുമ്പോൾ അതിന് പിന്നിൽ എന്താണെന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും ഓൺലൈനിൽ കാണുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഈ അംഗങ്ങളായവർ അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നവർ, അംഗങ്ങൾ നമുക്ക് അങ്ങനെ പറയാം, പകുതി മുക്കാലും ഇന്ത്യക്ക് വെളിയിലുള്ളവരാണ്. അതായത് പാകിസ്ഥാനികളും ഈ പറയുന്ന പോലെ ബംഗ്ലാദേശികളും മറ്റ് രാജ്യങ്ങളിലുള്ളവരുമാണ്. അങ്ങനെയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തുള്ള ആളുകളുടെ കൂട്ടത്തോടു കൂടി ഇന്ത്യ എന്താണ് ശുദ്ധീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് പിന്തുണയുമായി എത്തുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ അഭിജിത്ത് ദീപ്കയുടെ മാതാപിതാക്കൾക്ക് ഭയം വരാനുള്ള ഒരു പ്രധാന കാരണം അമേരിക്കയിൽ ആണ് അയാളുള്ളത്. അയാളെ എപ്പോൾ വേണേലും ഇന്ത്യക്ക് ഡിപ്പോർട്ട് ഇങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവൻ അപകടത്തിലാകും എന്നാണ് ഭയമുണ്ട്. മാത്രമല്ല അമേരിക്കയിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര കർശന ഇടപെടലാണുള്ളത്. അതെ, അവിടെ ട്രംപിന് ഒരു അവസരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് അവൻ്റെ രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ പറ്റാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത്. അതുപോലെ ഒരു പക്ഷേ അങ്ങനെ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ അനുയായികളോട് ഇഷ്ടം പോലെ ഉണ്ട്. അതെ, അതുകൊണ്ട് അപ്പോൾ ഇതൊരു വലിയ തീക്കളിയാണ്. ഇതിപ്പോൾ അഭിജിത്ത് ദീപ്കയുടെ കയ്യിലൊന്നും അല്ല ഈ സാധനം നിൽക്കുന്നത്. കേരളത്തിലൊക്കെ ഇതിന് യൂണിറ്റ് ആയിക്കഴിഞ്ഞു. അതെ, കേരളത്തിലൊക്കെ യൂണിറ്റ്. ഇതിനകത്ത് ജൻസികൾ വന്ന് ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പങ്കെടുത്ത് സംസാരിക്കുകയാണ്. ഇതെന്താണ്, ഇത് ഏത് തരത്തിലോട്ട് പോകും. ഇവരുടെയൊക്കെ ഉള്ളിൽ ഒറ്റ കാര്യമുള്ളൂ, ഇത് BJP സർക്കാരിനെതിരെയാണ്, രാജ്യത്തിനെതിരെയല്ല. പക്ഷേ ഏറ്റവും നുഴഞ്ഞു കയറാൻ ഈ കോടാനുകോടി അണികൾ ഇതിനകത്തോട്ട് നുഴഞ്ഞു കയറാൻ ദേശവിരുദ്ധ ശക്തികൾക്കും തീവ്രവാദികൾക്കും ഈസി ആയിട്ട്. നമ്മുടെ നാട്ടിൽ എന്ത് ഇത്തരത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായാലും അവിടെ എല്ലാം ഈ നുഴഞ്ഞേറാൻ ഈ കക്ഷികളെത്തും. ഉണ്ട്. കേരളത്തിൽ നമുക്ക് എത്ര സ്ഥലത്തറിയാം. പ്രോപ്പഗൻഡ നമുക്കറിയാം. കേരളത്തിൽ നടക്കുന്ന ഭൂസമരങ്ങളുടെ ഫണ്ടിങ്ങും
ഭൂസമരങ്ങൾ അക്രമാസക്തമാക്കുന്നു ആരാ? ഇവർ തന്നെയാണ് ഈ തീവ്ര സ്വഭാവമുള്ള സംഘം. പണ്ടത് നക്സലൈറ്റുകളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെയല്ല. ഇപ്പോൾ അതിനകത്ത് കയറാനായിട്ട് നല്ല രാജ്യവിരുദ്ധ ശക്തികൾ തന്നെ ഈ കൂട്ടത്തിൽ ഈ പഴയകാല നക്സലൈറ്റുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ട് നക്സലൈറ്റുകളായിരുന്നവർ പലരും ഇന്ന് ബൂർഷകളാണ്. അതെ, വളരെ അവർ ബൂർഷ ജീവിതം നയിക്കുന്നവരാണ്. അവരുടെ മക്കളൊക്കെ വളരെ ബൂർഷകളാണ്. അന്ന് വിപ്ലവമൊക്കെ പ്രസംഗിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് അങ്ങ് നടന്ന ഇതേ ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു വിഷയങ്ങളും പ്രതികരിക്കാറ് പോലുമില്ല. അവരെല്ലാം വലിയ ആഢ്യന്മാരായി ജീവിക്കുകയാണ്. പലരും വലിയ സമ്പന്നന്മാരായി നടന്നു, വലിയ ഭൂവുടമകളും അങ്ങനെയൊക്കെ അവരങ്ങ് ജീവിക്കുകയാണ്. അത് അവർ ആ ഒരു ഇടപെടില്ല ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ. ഇപ്പം ഈ ആദ്യത്തെ പ്രകടനം ബാംഗ്ലൂർ നടത്താൻ തീരുമാനിച്ചു, അവിടത്തേക്ക് ആഹ്വാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ന്യൂസ് നമുക്ക് വിശ്വസനീയമല്ല. അങ്ങനെ ഒരു സ്ഥിരീകരണം ഈ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരാദ്യം എയിം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ്, വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രസാദ്. അതിന് അവർ പറയുന്നത് നമ്മുടെ എനിക്ക് ശരിക്കും ഇതിനകത്ത് ഇത് സാമ്യം തോന്നുന്നത് ഫോർ ദ പീപ്പിൾ സിനിമ പോലെ ഏതാണ്ട് അതിനോടുള്ള അതിൻ്റെ ഒരു പ്ലോട്ടിനോട് ചേർന്ന് നിൽക്കും അവർ. അത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നമ്മുടെ ഈ പിന്നെ എന്താ പറയുന്നത് ഇന്റർനെറ്റ് യുഗം തുടങ്ങുന്ന ഒരു സമയത്ത് വന്ന സിനിമയാണ്. അതെ, അന്ന് അവർ ഈ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ് 4 പേര് ചേർന്ന് ഈ സമൂഹത്തിലെ അനാചാരങ്ങളും അഴിമതികളും ഒക്കെ ചോദ്യം ചെയ്യുന്നത് ഈ ഇന്റർനെറ്റിന്റെ സഹായത്തോടെയാണ്. അവർ ആ ഒരു സൈറ്റ് രൂപീകരിച്ച് ആ സൈറ്റിലേക്ക് പരാതി സ്വീകരിച്ച് അങ്ങനെയാണ് അത് പിന്നീട് അവരത് അക്രമാസക്തമാകുന്ന ആൾക്കാരെ കൊല്ലുന്നതിലേക്കും ആൾക്കാരെ വെട്ടുന്നതിലേക്കും കുത്തുന്നതിലേക്കും അവരെ പ്രതികാരം ചെയ്യുന്നതിലേക്കും എല്ലാം വരുന്നു. പക്ഷേ അത് എന്താണ്, അത് ഏതാനും കുട്ടികളുടെ ഒരു ആശയമാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, തീരെ കുട്ടികളല്ല ഇവര്. ഇത് കുട്ടികൾ മാത്രമല്ലെന്ന്, ഇതിനകത്തെ ഫോളോവേഴ്സിന്റെ എണ്ണം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അല്ല, മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടായപ്പോൾ ശക്തമായ തോതിൽ പ്രതിഷേധം അവരുടെ ആൾ രംഗത്തെത്തി. അവരുടെ എക്സ് ഇന്ത്യയിൽ നിരോധിച്ചല്ലോ. അതെ, എക്സ് ഇന്ത്യയിൽ നിരോധിച്ച കുറേ അവരെന്ത് ചെയ്തു, അടുത്ത എക്സ് കോക്രോച്ച് റിട്ടേൺസ് എന്ന് പറഞ്ഞ് അടുത്ത എക്സ് കൊണ്ടുവന്നു. അപ്പം തന്നെ ആ അക്കൗണ്ടിന് ഫോളോവേഴ്സിൻ്റെ എണ്ണം എത്ര നാൾ ഇവർക്ക് എക്സ് അക്കൗണ്ട് ഇവർ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും? അല്ല, അതാണ് ഇതിന് എന്ത് നടപടി സ്വീകരിക്കുമ്പോൾ ഇതിന് മറമരുന്ന് ഇവരുടെ കയ്യിൽ, ഈ ജനസികളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അവരത് ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരെങ്കിലും രാഷ്ട്രീയക്കാരും ഉന്നതന്മാരും ഒക്കെ ഇപ്പോഴും പഴയ കാലത്ത് ജീവിക്കുന്നുണ്ട്. അവർക്ക് അറിയില്ല ഈ മേഖലയിലുണ്ടാകുന്ന വലിയ തോതിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് അവരറിയുന്നില്ല. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ ടി വി ചാനൽ ജോലി ചെയ്യുന്നുണ്ട്, ടെലിവിഷൻ ചാനൽ ജോലി ചെയ്തിരുന്ന ചില ആളുകൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങുന്നുണ്ട്. പലതും ഓടുന്നില്ല, ആരും കാണുന്നില്ല. കാരണം ഇത് രണ്ട് മീഡിയമാണ് എന്നുള്ള കാര്യം അവർക്ക് പലർക്കും അറിയില്ല. ടെലിവിഷനോ ന്യൂസ് പേപ്പറോ പോലെ അല്ല ഈ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് യൂട്യൂബ് അൽഗോരിതം, ഫേസ്ബുക്ക് അൽഗോരിതം, ഇൻസ്റ്റാ അൽഗോരിതം ഒക്കെ അറിയേണ്ട ആൾക്കാരുണ്ട് അല്ലേ? അതെ, അത് അറിയാൻ വയ്യാത്തിടത്തോളം കാലം ഇത് നമ്മൾ എന്തുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ റീച്ച് പോകുന്ന വഴിയും ഇത് എന്തുകൊണ്ട് നമ്മുടെ ഒരു വീഡിയോ നന്നായിട്ട് ഓടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു വീഡിയോയ്ക്ക് റീച്ച് കുറഞ്ഞു പോകുന്നു, ഇതൊക്കെ മനസ്സിലാക്കണം. പക്ഷേ ഇപ്പോഴത്തെ ജെൻസികൾക്ക് ഇതിനകത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമാണ്. അല്ല, ജെൻസികൾക്ക് ഇതിൻ്റെ എല്ലാ സാങ്കേതികങ്ങളും അറിയാം, നിസ്സാരമായിട്ട് അറിയാം അവർക്ക്. അപ്പം എന്താണെങ്കിലും 10 ദിവസം പോലും ആയിട്ടില്ല അത് രൂപീകരിക്കപ്പെട്ടിട്ട് 2 കോടി 3 കോടിക്കടുത്ത് ഫോളോവേഴ്സ് എത്തിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ മണിക്കൂറിലും 1-2 ലക്ഷം വീതം ആൾക്കാർ കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ ഒരു ദേശവിരുദ്ധ പ്രസ്ഥാനത്തിലേക്ക് ഇത് കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിപ്പോൾ BJP സർക്കാരിനോട് ദേഷ്യമുണ്ടായിരിക്കാം, അല്ലേ? BJP സർക്കാരിനോട് ദേഷ്യമുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ സമരത്തിൽ ഇറങ്ങുന്ന ജനസികൾ ശ്രദ്ധിക്കണവരെ നിങ്ങളെ സഹായിക്കാനെന്നും പറഞ്ഞു വരുന്ന ആളുകളെ ശ്രദ്ധിക്കുക. അത്രയും അവിടെ പശ്ചാത്തലം കൂടെ അത് മനസ്സിലാക്കിയിട്ടാണ് അവരെ സഹായം സ്വീകരിക്കുക. അതല്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾ ഇതിനെല്ലാം വില നൽകേണ്ടി വരും. അതുകൊണ്ട് CJP യിൽ ചേരുന്നവർ ഒരു മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും.